അയ്യോ ഒന്നുമില്ല കേട്ടോ. ഡെയിലി നമ്മളിപ്പോ നോമ്പിന്റെ വ്ളോഗ് കിട്ടിയിട്ട് എന്താ കാര്യം, സാലഡ് ഉണ്ടാക്കി ഏകദേശം അറിയുന്ന ആൾക്കാരൊക്കെ എത്തി നോക്കുന്നത് ഭ്രാന്താ ഇങ്ങനെ കൂട്ടിയിട്ട് നിങ്ങളിൽ കൂടി ബോറടിപ്പിക്കുന്ന എന്തിനാ. സുണ്ടിയാണ് തീരുന്നത്. 1.5 ടേബിൾ സ്പൂണോളം ഇറച്ചിപ്പത്തിരി. ഈ വീഡിയോക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇനി നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന റിവൈൻ ഞങ്ങളുടെ സ്വന്തം പൊരിയുണ്ട. സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് രാവിലെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഞാൻ പതിവിൽ കൂടുതൽ ഉറങ്ങിപ്പോയി കേട്ടോ. ഞാൻ എണീച്ച് വരുമ്പോൾ 12 മണിയായി. അപ്പോൾ ഉമ്മ എന്തോ കിച്ചണിൽ കാര്യമായ പണിയിലാണ്. അപ്പോൾ എന്താണെന്നൊന്ന് നോക്കി നോക്കാം. 2 കിലോ വെള്ളം, 1 കിലോ പഞ്ചാര, പിന്നെ വെള്ളം ഉരാൻ വെക്കണം. മുന്നേ വെള്ളം ഫുള്ള് ഉരിയിട്ട് അരിച്ചിട്ട് തേങ്ങയിലേക്ക് കൂട്ടിയിട്ട് തൈര് ഇങ്ങനെ വേവിക്കണം. ഏലക്കി പൊടിയും ജീരകം, ചെറിയ ജീരകം ഓരോരോ ഇഷ്ടത്തിനാക്കാം. അത് നമ്മളിപ്പോൾ 7 തേങ്ങൻ്റെ ആക്കിയത് ഇല്ല, 2 തേങ്ങൻ്റെ ആക്കാം, 3 തേങ്ങൻ്റെ ആക്കാം, ഇഷ്ടത്തിനാക്കാം. 7 തേങ്ങക്ക് ഞങ്ങൾ 2 കിലോ വെല്ലു 1/2 കിലോ പഞ്ചസാര ശരി ഇങ്ങനെ ഇട്ടാണ് തൊടുമ്പോൾ. അങ്ങനെ ആകുമ്പോൾ പൊയ്രി ഇടല്, പൊയ്രി പൊടിച്ചത് 1/4 കിലോ പൊയ്രി പൊടിച്ചത്, 1/4 കിലോ പൊയ്രി വറുത്തിട്ട് നമ്മളെ തൊട്ട് വറുത്ത വറക്കണമൊന്നുമില്ല, ഇത് വറുത്തിട്ട് പൊടിച്ചു. ഇനിയിപ്പോ നമ്മ പന്താക്കുന്നത് അല്ലേ, തണിയാൻ വെക്കുന്നത്. ഇതിപ്പോ ടോട്ടൽ എത്ര സമയം എടുത്തിട്ടുണ്ടാവും? 1 മണിക്കൂർ തന്നെ വെന്ത്, 1 മണിക്കൂർ തേങ്ങ വെന്ത് ചെറിയ തീ. നമുക്കിത് തണിഞ്ഞ് പിന്നെ നോക്കാം. പിന്നെ ഒരു കുറച്ച് പൊരിയും കൂടി ഇതിലേക്ക് പൊടിച്ചിട്ട് വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നും കൂടി എന്താ പറയുക, നമുക്ക് ഉണ്ട പിടിക്കുമ്പോൾ നല്ല പോലെ കിട്ടണം, അല്ലെങ്കിൽ ഉറച്ച് വരണം. അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി പൊരി ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നല്ല ഉറക്ക ഉണ്ട പിടിക്കണം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ സ്വന്തം പൊരിയുണ്ട. അതായത് ഞങ്ങൾക്ക് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ കാസർഗോഡുകാർക്ക് അപ്പത്തിൻ്റെ ഒരു ഉത്സവമാണെന്ന് പറയാം. അത്രത്തോളം ഞങ്ങൾ അപ്പം ഉണ്ടാക്കും. അതിൽ വിടുന്ന ഒരു അപ്പമാണ് ഈ പൊരിയുണ്ട. ഇതിന് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ടിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ആ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് 1.5 കിലോ പച്ചരി നമ്മൾ 2 മണിക്കൂർ വരെ കുതിർത്ത് വെക്കണം. എന്നിട്ട് അതിനെ അരക്കണം. അരച്ചിട്ട് ഒരു നല്ല നൈസായിട്ട് അരക്കണം കേട്ടോ. ഈ അരച്ചാവാനാകുന്ന സമയത്ത് 2 മുട്ടയും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്കെടുക്കാം. എന്നിട്ട് വെള്ളം കൂട്ടി ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാം. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര ഒച്ചപ്പാട് കേൾക്കുന്നുണ്ടാവും കേട്ടോ. ഇത് നമ്മൾ ചുട്ടെടുക്കുന്നുള്ളത് പഴയ തരത്തിലുള്ള സ്റ്റവിലാണ് കേട്ടോ. ആ ഒരു നമ്മളിങ്ങനെ വലിച്ച് ഇത് കയറ്റുന്ന ഒരു സ്റ്റവില്ലേ, ആ ഒരു ടൈപ്പ് സ്റ്റവിലാണ്. അതുകൊണ്ടാണ് ഇതിന് ഭയങ്കര സൗണ്ട് കേട്ടോ. ഇപ്പം ഉമ്മ ഓരോന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കോട്ട് ചെയ്തിട്ട് ഒന്ന് നല്ലപോലെ എന്താ പറയുക, കോട്ട് ചെയ്ത പിന്നെ നമ്മൾ മാവിനൊന്ന് പൊട്ടിയെടുത്തിട്ടാണ് നമ്മൾ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് ഓരോ ബോൾസും ഇതിനെ ഇട്ടിട്ട് നമുക്ക് നമ്മളെ പൊരിയുണ്ട പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു ഗോൾഡൻ കളറാകുന്ന സമയത്താണ് നമ്മളിത് കോരിയെടുക്കേണ്ടത്. ഇല്ലെങ്കിൽ അത് വേഗം എന്താ പറയുക തണുത്തു പോകും. നമുക്കിത് കുറേ കാലം വരെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇല്ലെങ്കിൽ വേഗം തണുത്തു പോകും. നമ്മൾ പൊരിയപ്പം ഇവിടെ റെഡി ആയിക്കൊണ്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറന്നിട്ട് വേണം നമ്മളെ പൊരിയുണ്ട ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ എങ്ങനെയായിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കാസർഗോഡ് പെരുന്നാൾ അപ്പങ്ങളൊക്കെ ഇഷ്ടമാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലത്തെ ഇനിയും അപ്പങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാണ്ട് നിങ്ങളെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ നഷ്വാന സൈനിങ് ഓഫ്. ബൈ. അസ്സലാമു അലൈക്കും.